ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് സോഷ്യൽ മീഡിയയിലുണ്ടായ പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങൾ, പ്രധാനമെന്ന് വേണമെങ്കിൽ പറയാം, എന്നാൽ പ്രധാനമെന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന്, ചെകുത്താനെ അറസ്റ്റ് ചെയ്തു. ഞാൻ വീഡിയോ നേരത്തെ ഇട്ടിരുന്നു, പലരും ഇട്ടിരുന്നു. ചെകുത്താനെ തെളിവെടുപ്പിന് ചെകുത്താൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിരുന്നു. അതിനുശേഷം കുറച്ചു മുമ്പ് നമ്മൾ കണ്ടതാണ് സൂരജ് പാലാക്കാരൻ എന്ന് പറയുന്ന സൂരജിനെ അറസ്റ്റ് ചെയ്തത്. തികച്ചും അർഹതയ്ക്കുള്ള അംഗീകാരമെന്ന് തന്നെ ഞാൻ ഇതിനെ പറയത്തുള്ളൂ. സൂരജ് പാലാക്കാരൻ ഇത് അറിയിക്കുന്നു. കുറേ കാലം മുമ്പ് സൂരജ് പാലാക്കാരൻ എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. കാരണം ഈ പറഞ്ഞ സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങളിൽ, കൊലപാതകങ്ങളിൽ, ക്രൈമിൽ ആരും ചെയ്യാത്ത കാര്യങ്ങൾ, അതായത് ആ സ്ഥലങ്ങളിൽ പോകുക, വളരെ വൈകാരികമായി പ്രതികരിക്കുക, ആ ചെയ്ത വ്യക്തിയെ തെറി പറയുക, പച്ചത്തെറി പറയുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പം നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പുള്ളി പറയുന്നു എന്നൊരു തോന്നൽ നമുക്കുണ്ടായിരുന്നു. ആ ജനങ്ങളുടെ ഒരു പൾസ് അത് മുതലെടുത്താണ് സൂരജ് പാലാക്കാരൻ്റെ ഈ ചാനൽ വളർത്തിക്കൊണ്ട് വന്നത്. വലിയ രീതിയിൽ സൂരജ് പാലാക്കാരന് റീച്ച് കിട്ടി. പിന്നീടാണ് മനസ്സിലാക്കിയത് സൂരജ് പാലാക്കാരൻ അത്രയധികം ധാർമ്മികതയുള്ളൊരു മനുഷ്യനൊന്നും അല്ലെന്ന് തോന്നി തുടങ്ങിയിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളടക്കം കറക്റ്റായിട്ട് സാലറി കിട്ടുന്നില്ല എന്നൊക്കെയുള്ള പരാതികളുമായി മുന്നോട്ട് വന്നിരുന്നു. അതിനുശേഷം മറ്റൊരു പെൺകുട്ടിയുടെ പരാതിയിൽ ഒരു തവണ സൂരജ് പാലാക്കാരനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ സൂരജ് പാലാക്കാരനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു യുവനടിയെ അപകീർത്തിപരമായ പരാമർശം നടത്തിയതിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. യുവനടിയുടെ പരാതിയിലാണ്. അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഇടതുപക്ഷ സർക്കാരാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും തികച്ചും അർഹതയ്ക്കുള്ള അംഗീകാരമെന്നേ ഞാൻ പറയത്തുള്ളൂ. നമുക്ക് രാഷ്ട്രീയ വൈരാഗ്യമാകാം, രാഷ്ട്രീയമാകാം, എതിർപ്പ് പ്രകടിപ്പിക്കാം, ഭരണകക്ഷിയെ എതിർക്കാം, എല്ലാം നമുക്ക് ചെയ്യാം. പക്ഷേ സൂരജ് പാലാക്കാരനെ പോലെയുള്ള വ്യക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, സൂരജ് മാത്രമല്ല പല ആളുകളുണ്ട്, നമ്മുടെ പ്രധാനമന്ത്രി ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ, അവർ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരാണ്. അവർ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഏത് രീതിയിലും നമുക്ക് അവരെ വിമർശിക്കുക, അവഹേളിക്കുക ഒക്കെ ചെയ്യാം. എന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷം, നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം ആ ഒരു റെസ്പെക്റ്റ്, പ്രധാനമന്ത്രി എന്നുള്ളൊരു ബഹുമാനം നമ്മൾ കൊടുക്കണം. മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ എത്ര ദുർഭരണം ആയിക്കോട്ടെ, എത്ര മോശമായ ഭരണം ആയിക്കോട്ടെ, പക്ഷേ ആ മുഖ്യമന്ത്രി എന്ന് പറയുന്ന പൊസിഷന് ഒരു വാല്യൂ നമ്മൾ കൊടുക്കണം. അവരെ സംബോധന ചെയ്യുമ്പോൾ, അവരെ വിശേഷിപ്പിക്കുമ്പോൾ, നമുക്ക് വേണമെങ്കിൽ അടുത്തോട്ടം നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ അവരെ തോൽപ്പിക്കാം. പ്രധാനമന്ത്രി നമുക്ക് പരാജയപ്പെടുത്താം, മുഖ്യമന്ത്രി നമുക്ക് പരാജയപ്പെടുത്താം, ഈ മന്ത്രിസഭയിലുള്ള എല്ലാവരെയും നമുക്ക് തോൽപ്പിക്കാം. എന്നാൽ അതൊന്നും ചെയ്യാതെ ഈ സൂരജ് പാലാക്കാരൻ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ഒരു 2 വർഷങ്ങളായിട്ട് ഈ ഇടതുപക്ഷ സർക്കാരിനെതിരെ അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രിക്കെതിരെ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പരനാറിയെന്നും, ചെറ്റയെന്നും, തെണ്ടിയെന്നും, നായിൻ്റെ മോനെന്നും, പന്നിയുടെ മോനെന്നും, അങ്ങനെയുള്ള വളരെ മോശമായ വാക്കുകൾ, പദപ്രയോഗങ്ങൾ ഒരു മുഖ്യമന്ത്രിക്കെതിരെ നടത്തുന്നതാണ്. മറ്റേത് മാധ്യമപ്രവർത്തകനാണ് ഇത്തരം പദപ്രയോഗങ്ങൾ നടത്തുന്നത്? ഇത് കേൾക്കുന്ന ഒരു സാധാരണ ജനങ്ങൾക്ക് അവർക്കും അങ്ങനെ വിളിക്കാൻ തോന്നില്ലേ? ശരിയായിരിക്കാം, ഭരണത്തിൽ പിഴവുണ്ടായിരിക്കാം, ഒക്കെ ശരിയായിരിക്കാം എന്ന് കരുതി ഈ രീതിയിലുള്ള ആകൃതമായ രീതിയിലുള്ള ചീത്തവിളികൾ മാസാണെന്ന് കരുതി പ്രോത്സാഹിപ്പിക്കുന്ന ചില ആളുകൾ ഉള്ളതുകൊണ്ട് എതിർവശത്തുള്ള എതിർ പാർട്ടിക്കാർ തങ്ങളെ സപ്പോർട്ട് ചെയ്യും, വീഡിയോ വൈറലാകും എന്നുള്ള ഒരു ചിന്താഗതിയുടെ പുറത്ത് എന്തും പറയാമെന്ന്, അതായത് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികളെ ഏത് രീതിയിലും അവഹേളിക്കാമെന്നുള്ള ഒരു രാഷ്ട്രീയത്തോടു കൂടി നടക്കുന്ന വ്യക്തികളാണ് ഈ സൂരജ് പാലാക്കാരൻ. അല്ലെങ്കിൽ വേറെ കുറേ ചാനലുകളുണ്ട്, ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. അതായത് ഈ പ്രമുഖ ചാനലുകളല്ലാത്ത ഈ യൂട്യൂബ് ചാനലുകളാണ്. നമ്മൾ പലരെയും വിമർശിക്കാറുണ്ട്. പ്രധാനമായും ഞാൻ കൂടുതലും മോശം വാക്കുകളും തെറിയൊക്കെ പറയുന്നത് എന്തെങ്കിലും ക്രൈം ചെയ്ത ആൾക്കാരെയാണ്. ക്രൈം ചെയ്ത ആൾക്കാരെ പറയുമ്പോൾ നമുക്ക് മനസ്സിലൊരു സുഖമുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ഒരു സംതൃപ്തിയുണ്ട്. എന്നാൽ ഇത്തരം ആളുകളെ, മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്നവരെ, മന്ത്രിമാരെ, പ്രധാനമന്ത്രി, ഇത്തരം ആൾക്കാരെ ഈ പറഞ്ഞ കണക്കുള്ള മോശമായ വാക്കുകൾ ഉപയോഗിച്ച് സംബോധന ചെയ്യുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്തുകൊണ്ട് അവർ നേരെയാവും, അവരെ തെറ്റ് തിരുത്തുമോ? അതാണോ അതിനുള്ള മാർഗം? അതൊന്നുമല്ല. സോ സൂരജ് പാലാക്കാരൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി തീർച്ചയായും ഈ അറസ്റ്റ് അറിയിക്കുന്നുണ്ട്. 100% അദ്ദേഹം ഇതിന് അർഹനാണ്. പണ്ടേ ഇവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കേണ്ട സമയം കഴിഞ്ഞിരുന്നു. അത്രയ്ക്കും ധാർഷ്ട്യമുള്ള ഒരു മനുഷ്യനായി ഇവൻ മാറിക്കഴിഞ്ഞു. ഒരുപാട് നല്ല കാര്യങ്ങളും നല്ല വീഡിയോസും ഒക്കെ ഇവൻ ചെയ്തിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ നാളുകളിൽ ഇവൻ ചെയ്തിരിക്കുന്നത് വളരെ മോശമായ രീതിയിൽ, അതായത് റിപ്പോർട്ടർ ചാനലിനെ പറ്റി ഒരു വീഡിയോ ചെയ്തു. ആ റിപ്പോർട്ടർ ചാനലിലെ നികേഷ് കുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ നമുക്ക് വിമർശിക്കാം, അതിൻ്റെ ഒരു ലിമിറ്റുണ്ട്. എന്തെല്ലാം അവൻ പറഞ്ഞേക്കുന്നത്? ആ സ്ത്രീകളെ, ആ റിപ്പോർട്ടർ ചെയ്യുന്ന ആ സ്ത്രീകളെ, പെൺകുട്ടികളെ, മാധ്യമ പ്രവർത്തകയായ സ്ത്രീകളെ എന്തൊക്കെയാണ് ഇവൻ പറഞ്ഞേക്കുന്നത്? ഇവൻ്റെ വീട്ടിലിരിക്കുന്നവരെ അല്ലെങ്കിൽ ഇവൻ്റെ ആരെക്കുറിച്ചെങ്കിലും ഇങ്ങനെ ആരെങ്കിലും പറയാമെങ്കിൽ ഇവൻ സഹിക്കും? ആരെ എന്തും പറയാനുള്ള ലൈസൻസ് ഈ സൂരജ് പാലാക്കാരൻ ആരാ കൊടുത്തേ? അങ്ങനെയുള്ള ലൈസൻസ് ആരെങ്കിലും ഇവന് കൊടുത്തിട്ടുണ്ടോ? ഇവൻ ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് ക്രൈമുകൾ തെളിയിക്കാൻ ഇവൻ ശ്രമിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവൻ്റെ ഈ ഒരു രീതി ഇത് മാറ്റണം. അതായത് ആരെയും എന്തും പറയാം, എന്ത് അവഹേളനവും സോഷ്യൽ മീഡിയയിൽ നടത്താമെന്നുള്ള ഈ സൂരജിൻ്റെ ഈ ഒരു രീതി മാറ്റേണ്ടിയിരിക്കുന്നു. അതിന് ഈ അറസ്റ്റ് അനിവാര്യമാണ്. മുമ്പത്തേതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്ത് സൂരജ് മുന്നോട്ട് പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.